ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അനുപേട്ടനും മീരയെടുത്തിയും കൂടി ബൈക്കിൽ യാത്ര ചെയ്യുന്നത് കൃത്യമായി ഹോസ്പിറ്റലിന് മുന്നിൽ കിടന്നിരുന്ന മിന്നൽ ബിജു ശ്രദ്ധിക്കണം. അവരുടെ യാത്ര ഒറ്റയ്ക്കാണെന്ന് അവർ രണ്ടുപേരും കൂടിയാണ് പോകുന്നതെന്ന് കണ്ടതോടെ മിന്നൽ ബിജു അവരെ ഫോളോ ചെയ്തു. വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ അനുപേട്ടനോട് മീരയെടുത്തി പറഞ്ഞു, എനിക്ക് വല്ലാതെ തലവേദന എടുക്കുന്നു, ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചതാ അനുപേട്ട. അത് കേട്ടത് അനുപേട്ടൻ തൊട്ടടുത്ത് കണ്ട തട്ടുകടയിൽ വണ്ടി നിർത്തുകയും ആ ചായക്കടയിൽ നിന്ന് മീരയെടുത്തേക്കും അനൂപിനും ചായ വാങ്ങിച്ചു. ബൈക്ക് പുറത്ത് വെച്ചിട്ട് അവരകത്തേക്ക് കയറിപ്പോയി അവിടുന്ന് ചായ കുടിക്കുന്നത് ഫോളോ ചെയ്തു വന്ന മിന്നൽ ബിജു കാണുന്നു. ഉടൻ തന്നെ അനൂപിന്റെ ബൈക്കിനരികിലേക്ക് മറ്റുള്ളവരാരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ബിജു എത്തുന്നു. പിന്നീട് അവന്തിക മേഡം തന്നോട് പറഞ്ഞ ആ ദൗത്യം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ അനൂപിന്റെ ബൈക്കിലെ ബ്രേക്ക് മിന്നൽ ബിജു തന്ത്രപൂർവ്വം കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം ഒന്നും അറിയാതെ വീണ്ടും തന്റെ ജീപ്പിൽ തിരികെ വന്ന് ഇരിക്കുകയും അനൂപിന്റെയും മീരയുടെയും യാത്ര എങ്ങോട്ടാണെന്നും കിട്ടുന്ന അവസരത്തിൽ അവരെ അപായപ്പെടുത്താനുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അനൂപേട്ടനും മീരയെടുത്തിയും ഇതൊന്നും അറിയാതെ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്നതിനിടയിൽ അനൂപേട്ടൻ പറഞ്ഞു, മീര, നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള വസ്ത്രം മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ളവരുടെ ഡ്രസ്സൊന്നും ഇന്ന് കൊണ്ടുവരണ്ട. പിന്നെ ആതിരിടതും അച്ഛനും അമ്മയും നമുക്ക് തിരിച്ച് പറഞ്ഞയക്കാം, അവരിന്ന് വീട്ടിൽ പോയിക്കോട്ടെ, ഇന്നിനിപ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞതും മീര അതിനെ ശരിപ്പിച്ചു. അങ്ങനെ മീര സമ്മതിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അനൂപേട്ടൻ രണ്ടുപേർക്കും ചായ വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും നിനക്ക് കഴിക്കാൻ വേണോ എന്ന് മീരയോട് അന്വേഷിച്ചു. ഒന്നും വേണ്ട എന്ന് മീര മറുപടി നൽകിയതും എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവിടുന്ന് രണ്ടുപേരും ബൈക്കിലേക്ക് തിരികെ എത്തുകയും ബൈക്കിൽ കയറി വീണ്ടും വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു. അപ്പോഴേക്കും മിന്നൽ ബിജുവും തൻ്റെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവരെ ഫോളോ ചെയ്തു വരുന്നു. കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയ നിമിഷത്തിൽ ബൈക്കിന് സ്പീഡ് കൂടി വരുന്നതായി അനൂപേട്ടന് മനസ്സിലായി. ബ്രേക്ക് ചവിട്ടി സ്പീഡ് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും ബ്രേക്ക് കിട്ടുന്നില്ല എന്നറിഞ്ഞതോടെ അനൂപേട്ടന് ആകെ ആധിയാവുന്നു. ഈ തക്കത്തില് പിന്നാലെ എത്തിയ ബിജു അനൂപിന്റെ ആശങ്ക മനസ്സിലാക്കി അനൂപിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയും അനൂപിന് അപകടമുണ്ടാക്കാനുമായിട്ട് വേഗം ജീപ്പ് ചീറിപ്പാഞ്ഞ് അനൂപിന്റെ ബൈക്കിനരികിലേക്ക് എത്തുകയും ബൈക്കിലെ ചെറുതായി ആ ജീപ്പ് തട്ടുകയും ചെയ്യുന്നു. അതോടെ അനൂപും മീരയെടുത്തിയും ആ ബൈക്കിൽ നിന്ന് തെറിച്ച് നിലത്തേക്ക് വീഴുകയും അങ്ങനെ അവർ അപകടത്തിൽപ്പെട്ട് ആ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ട് ബിജു സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അനൂപേട്ടന് സാരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാകുന്നു. മീരയെടുത്തി ആകെ ഭയന്നു വരച്ച് ഉടൻ തന്നെ അനൂപുമായി തിരികെ ഹോസ്പിറ്റലിലേക്ക് മടങ്ങിയെത്തി. ഈ സമയത്ത് അർച്ചന ആതിരയെ കാണുവാനായി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് കമലയെടുത്തേക്കും ദയാനന്ദ മാഷിനും ചായ കുടിക്കുന്നതിന് വേണ്ടി ദയാനന്ദ മാഷ് പറഞ്ഞു, ഞാൻ എന്തായാലും ക്യാൻറ്റീനിൽ പോയി ചായയോ മറ്റും മേടിച്ചിട്ട് വരാം, ഇപ്പോൾ നിങ്ങളിവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് ദയാനന്ദ മാഷ് പോകാൻ തുടങ്ങുമ്പോൾ കമലയെടുത്തി പറഞ്ഞു, അയ്യോ മാഷേ, മാഷ് ഇപ്പോൾ പോകണ്ട, ഞാനും കൂടെ വരാം, എന്തായാലും അച്ചു ഇവിടെ ഉണ്ടല്ലോ ആതിരയ്ക്ക് കൂട്ടായിട്ട്, അതുകൊണ്ട് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് മീരയെടുത്തി അനൂപേട്ടനും പോയതിന് പിന്നാലെ ദയാനന്ദ മാഷും കമലെ രണ്ടുപേരും കൂടി ക്യാൻറ്റീനിലേക്കും പോകുന്നു. ഈ സമയത്താണ് അച്ചുവിനോട് ആതിര തൻ്റെ മനസ്സിലുള്ള ഭയത്തെക്കുറിച്ച് പറയുന്നത്. എന്തായാലും അച്ചു ചേച്ചി കേട്ടതാണല്ലോ അവന്തികേടത്തിയുടെ ഭീഷണി, ഇനിയും അവന്തികേടത്തി എന്നെയും എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ആപത്തുണ്ടാവുമോ, എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിന് ഒരാപത്ത് സംഭവിക്കരുത്, അവര് പറഞ്ഞതൊക്കെ കേട്ട് ഓർക്കുമ്പോൾ വല്ലാതെ ഭയം തോന്നുകയാണ് ചേച്ചി എന്ന് പറഞ്ഞു അർച്ചന പറഞ്ഞു, മോളെ, ഇത്രയും നാളും അവർക്ക് നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം, അല്ലാതെ അവർ പറഞ്ഞതുപോലെയൊന്നും നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതും അങ്ങനെ തന്നെയാണ് മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവരിങ്ങനെ വെറുതെ വെറും വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ ഭയപ്പെടുത്തുവാനായിട്ട്, ആ ഭയം കണ്ട് അവർക്ക് സന്തോഷിക്കാൻ, എന്നാൽ ഇതും മോളെ അങ്ങനെ വെറുതെ ഭയപ്പെടുത്താൻ വേണ്ടി അവർ പറഞ്ഞതാണ്, അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അത്ര വലിയ പ്രസക്തി കൊടുക്കണ്ട, എന്തായാലും ഇനി അവരെന്താ ചെയ്യുക എന്ന് ഒന്നറിയണം, ഇപ്പോൾ മോള് ഹോസ്പിറ്റലല്ലേ, ഇവിടെ വെച്ച് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇവിടെ എന്തായാലും അഡ്മിറ്റ് ആയത് നന്നായി എന്ന് അർച്ചന പറയുമ്പോൾ അത് കേട്ട ആതിരയും തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ 2 തവണയും ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായതാണ് എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നത്, ഇവിടെ അഡ്മിറ്റ് ആയതിനു ശേഷവും ആ സിസ്റ്റർ വന്ന് എൻ്റെ കയ്യിൽ മരുന്ന് തന്നത് ഇത് ബ്ലീഡിങ് നിൽക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു, ആ മരുന്ന് കഴിച്ചതും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇങ്ങനൊരു അവസ്ഥയുണ്ടായത്, അത് ഇനി ആ മരുന്ന് എനിക്ക് പിടിക്കാഞ്ഞിട്ടാണോ എന്ന് പോലും എനിക്കറിയില്ല,
എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും അറിയത്തില്ലല്ലോ ചേച്ചി എന്ന് ആതിര പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും അർച്ചന പറഞ്ഞു, എന്തായാലും സാരമില്ല, ഇപ്പോൾ ഹോസ്പിറ്റലാണല്ലോ. ഡോക്ടർ ഇവിടെ ഏത് നിമിഷം വേണമെങ്കിലും മോൾക്ക് എന്താ പ്രശ്നമുണ്ടായാലും അരികിലേക്ക് ഓടിയെത്താനുണ്ടല്ലോ. പിന്നെ ഞാൻ സന്ധ്യ ഡോക്ടറെ വിളിച്ചിരുന്നു. ഡോക്ടർ മോളെ ഇപ്പോൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെക്കുറിച്ച് പറഞ്ഞു. എപ്പോഴും സന്ധ്യ ഡോക്ടറെ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം നല്ല ഡോക്ടർ തന്നെയാണെന്നാണ് സന്ധ്യ ഡോക്ടറുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോൾക്കോ കുഞ്ഞിനോ ഒരാപത്തും ഉണ്ടാവില്ല. അതോർത്ത് മോൾ ടെൻഷൻ ആവുകയും വേണ്ട എന്ന് ആതിരയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അർച്ചന നിൽക്കുമ്പോൾ ആതിരയുടെ മനസ്സിൽ വല്ലാത്ത ഭയം തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവന്തിക തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാനായിട്ട് ഏത് തറവേലയും ഇറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ അങ്ങനെ അർച്ചന ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ ആതിരയുടെ മനസ്സിനെ ഭയം വീണ്ടും ആഴത്തിൽ പതിയാതിരിക്കാനും മനസ്സിനെ ധൈര്യപ്പെടുത്താനുമായിട്ടായിരുന്നു അർച്ചന ആതിരയോട് അങ്ങനെ പറഞ്ഞതെങ്കിലും അവന്തികയുടെ നീക്കങ്ങളെക്കുറിച്ച് ഓർത്ത് അർച്ചന വല്ലാതെ ഭയന്നു. ഈ സമയത്ത് അനൂപിനും മീരെഴുത്തിക്കും അപകടമുണ്ടാവുകയും ആ നിമിഷം തന്നെ മീരെഴുത്തി അനൂപുമായി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തി. വിവരമറിഞ്ഞ് അർച്ചനയും ഒപ്പം അവിടേക്ക് ദയാനന്ദ മാഷും ഓടിയെത്തി. മീരെടുത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ചുമോളെ എന്ന് വിളിച്ച് സങ്കടപ്പെടുമ്പോൾ അനൂപേട്ടനെ വേഗം തന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സാറ് നല്ല രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിരിക്കുന്നതിനാൽ അനൂപേട്ടന് ഉടനെയൊന്നും എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ കണ്ടീഷൻ അത്രത്തോളം വഷളാണ് എന്ന് അർച്ചനയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ഇതിനൊക്കെ പിന്നിൽ അവന്തികയുടെ തീയുടെ തന്ത്രങ്ങളാണോ എന്ന് പോലും അർച്ചന പറയുന്നു. അപ്പോഴേക്കും ആതിരയെ ഈ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിലും അതിനോടൊപ്പം തന്നെ അനൂപേട്ടനും ഇങ്ങനെയായതോടെ അർച്ചന വല്ലാതെ തളർന്നു പോകുന്നു. ICUലായ അനൂപേട്ടനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയെത്തി. ആശങ്കയോടെ അർച്ചനയും മീരെടുത്തിയും കമലമ്മയും ഒക്കെ അരികിലേക്ക് ഓടിയെത്തുമ്പോൾ ഡോക്ടർ പറഞ്ഞു, അനൂപിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ആവുന്ന വിധത്തിൽ എല്ലാ രീതിയിലും അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിച്ച് നിർത്താനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാലിനുണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥ അത് എന്തായാലും പെട്ടെന്ന് നീങ്ങുമെന്ന് ആരും കരുതണ്ട. ഒരു 3-4 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരും. മുമ്പൊരു വട്ടം ഇതുപോലെ ആക്സിഡൻ്റ് ഉണ്ടായതാണല്ലോ. അതുകൊണ്ട് തന്നെ വീണ്ടും ആ കാലിന് തന്നെയാണ് വീണ്ടും ഇങ്ങനൊരവസ്ഥ വന്നിരിക്കുന്നത്. അതാണ് ഇത്രത്തോളം പ്രശ്നമാകാനുള്ള കാരണം. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. തൽക്കാലം ജീവൻ ആപത്തൊന്നും സംഭവിച്ചില്ല. അത് ദൈവത്തോട് നന്ദി പറയാം. ഇങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും ഈ രീതിയിൽ രക്ഷപ്പെട്ടല്ലോ. ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് മീരയോട് അദ്ദേഹം ചോദിച്ചു. അപ്പോഴേക്കും മീര പറഞ്ഞു, വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് അനുപേട്ടൻ പറഞ്ഞത്. ബാക്കിയൊന്നും ഓർമ്മയില്ല. ആ നിമിഷം പെട്ടെന്ന് ഞങ്ങളുടെ ബൈക്കിനടുത്തേക്ക് ഒരു ജീപ്പ് കൂടി പാഞ്ഞു വന്നു. അത് ഞങ്ങളെ തട്ടിയിട്ടതിന് ശേഷം ആ ജീപ്പ് വേഗം അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് കുറേ നേരങ്ങൾക്ക് ശേഷമാണ് അതുവഴി എത്തിയ മറ്റ് വഴിയാത്രക്കാരോട് സഹായം തേടി അനുപേട്ടനെ ഇവിടെ എത്തിക്കാനായി കഴിഞ്ഞത് എന്ന് മീര പറഞ്ഞു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും അർച്ചനയ്ക്ക് ആകെ സംശയങ്ങളാവുന്നു. കറക്റ്റ് അവന്തികയുടെ നീക്കങ്ങളാണോ ഇതെല്ലാം തന്നെ എന്ന് അർച്ചനയുടെ മനസ്സിലേക്ക് കൂടുതൽ സംശയങ്ങൾ മുളപൊട്ടി. അതോർത്ത് അങ്ങനെ അർച്ചന നിൽക്കുമ്പോൾ അവിടെ എത്തിയ സച്ചി അർച്ചനയോട് ചോദിച്ചു, എന്താടോ താൻ എന്താ ആലോചിക്കുന്നത്? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അത് വേറൊന്നുമല്ല ശശിയേട്ടാ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അപകടം ഉണ്ടായതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചതാണ്. അനൂപേട്ടന് ഇങ്ങനൊരു അപകടം വന്നു. അതുപോലെ തന്നെ ആതിരയ്ക്ക് വീണ്ടും ബ്ലീഡിങ് ഉണ്ടാകുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വം ഞാൻ ശശിയേട്ടനോട് പറയാതിരുന്നതാണ്. പക്ഷേ ഇനി ഇത് പറയാതിരിക്കാൻ എനിക്കാവില്ല ശശിയേട്ടാ. കാരണം ആതിരയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അത്രത്തോളം ദയനീയമാണല്ലോ. അതുകൊണ്ട് ശശിയേട്ടാ, കുറച്ചു മുമ്പ് ഇവിടെ അവന്തികയെടുത്തി ആതിരയെ കാണാൻ വന്നിരുന്നു. ഞാൻ ആതിരയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അവന്തികയെടുത്തി അവളെ കാണാനെത്തിയത്. ആതിരയോട് അവന്തികയെടുത്തി പറഞ്ഞതെന്താണെന്നറിയുമോ? അവന്തികയെടുത്തിയ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഞാനും ആതിരയുമാണെന്നും ഞങ്ങൾ കാരണമാണ് ഏടത്തിയുടെ കുഞ്ഞിനെ നഷ്ടമായതെന്നും അതിൻ്റെ പകരം ഏടത്തി വീട്ടുവെന്നും ഈ ആതിര മോഹിച്ച, ആതിര സ്വപ്നം കണ്ട, താലോലിച്ച ഈ 8 മാസക്കാലം ഇനി അവളുടെ ഓർമ്മകളിൽ പോലും വരാൻ അവൾ ആഗ്രഹിക്കാത്ത, ഒന്നോർത്തെടുക്കാൻ പോലും ആഗ്രഹിക്കാത്ത, മറക്കാൻ വേണ്ടി മാത്രം തോന്നുന്ന ആ 8 മാസങ്ങളാക്കി മാറ്റുമെന്ന്, ഒരിക്കലും ഓർത്തെടുക്കാനോ ഒരിക്കലും ഓർമ്മിക്കാനോ ആഗ്രഹിക്കാത്ത 8 മാസങ്ങളാക്കി മാറ്റുമെന്നാണ് അവന്തികയെടുത്തി ആതിരയോട് പറഞ്ഞത് എന്ന് അർച്ചന പറയുന്നു. അതെല്ലാം കേട്ടതോടെ ശശി ചോദിച്ചു, അങ്ങനെ അവർ പറയുന്നതിനൊപ്പം കാര്യങ്ങൾ സംഭവിക്കുന്നാണോ താൻ കരുതുന്നത്? അത്ര വേഗമൊന്നും ദൈവം നമ്മളെ കൈവിടില്ലടോ. അങ്ങനെ അവന്തികയെടുത്തി പറയുന്നത് പോലെയെല്ലാം സാധ്യമാകാനാണെങ്കിൽ അവന്തികയെടുത്തിക്ക് പിന്നെ
ഇത്രയൊക്കെ സംഭവങ്ങളിവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനും പിന്നെ നമ്മളുമൊക്കെ എന്തിനാ ഇവിടെ ജീവനോടെ ഇരിക്കുന്നത് എന്ന് അർച്ചനയോട് സച്ചി ചോദിച്ചു. അവർ എന്ത് തയ്യാറെടുപ്പുകൾ നടത്തിയാലും ശരി, സ്നേഹയുടെ വിവാഹം നടക്കില്ല. അതുപോലെ തന്നെ മാധുരിയുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. താൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് അർച്ചനയെ സച്ചി സമാധാനപ്പെടുത്തി. എങ്കിലും അവന്തികേടത്തിയുടെ വെല്ലുവിളി അർച്ചനയുടെ മനസ്സിനെ വല്ലാതെ ആടിയൊലിച്ചു. എന്താണ് ഇനി സംഭവിക്കുക എന്നോർത്ത്, അതോടൊപ്പം തന്നെ അനൂപേട്ടനുണ്ടായ ഈ ഒരു ആക്സിഡന്റ്, അതിനെക്കുറിച്ചും അർച്ചന വല്ലാത്ത ആശങ്കയോടെ ആലോചിച്ചു. ഇനി അനൂപേട്ടനെ മനഃപൂർവ്വം ഇങ്ങനെ ഒരു കെണിയിൽ അകപ്പെടുത്തിയതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് സച്ചിയേട്ട എന്ന് അർച്ചന പറഞ്ഞതോടെ സച്ചിയുടെ മനസ്സിലേക്ക് അങ്ങനെ ചില സംശയങ്ങൾ കൂടി ഉരുത്തിരിഞ്ഞു വരുന്നു. ഇതേ സമയം അവന്തികയുടെ ഫോണിലേക്ക് മിന്നൽ ബിജു വിളിക്കുന്നു. കോൾ അറ്റൻഡ് ചെയ്ത അവന്തിക, എന്താ ബിജു, കാര്യങ്ങൾ നടന്നോ എന്ന് ചോദിച്ചതും ഉടനെ മിന്നൽ ബിജു പറഞ്ഞു, മേഡം എന്നെക്കുറിച്ച് എന്താ കരുതിയത്? മേഡം ആവശ്യപ്പെട്ടത് അത് അതേപടി ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. മേഡം പറഞ്ഞത് അവരിൽ ആരെങ്കിലും ഒരാളെ കിടപ്പിലാക്കണമെന്നല്ലേ? രണ്ടുപേരെയും പറ്റിയില്ലെങ്കിൽ പോലും അനൂപിനെ കിടപ്പിലാക്കിയാൽ കൂടുതൽ നന്നെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ ഞാൻ അവനെ തന്നെയാണ് ശരിക്കും വീഴ്ത്തിയിരിക്കുന്നത്. എൻ്റെ കൃത്യമായിട്ടുള്ള കൊട്ടേഷൻ എനിക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അവനെ തന്നെ എനിക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അവനിപ്പോൾ ഹോസ്പിറ്റൽ ICUലാണ്. എന്തായാലും ഒരു 2-3 മാസക്കാലം അവൻ ബെഡിൽ തന്നെയായിരിക്കും. അല്ലാതെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. പരസഹായമില്ലാതെ അവനെ നനങ്ങാൻ പോലും കഴിയില്ല, തീർച്ച എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അവന്തിക്ക് വളരെ സന്തോഷമായി. എന്തായാലും കൊള്ളാം ബിജു, നീ ഇത്ര വേഗം കാര്യങ്ങൾ സാധിച്ചല്ലോ. എനിക്ക് അതിന് വലിയേറെ സന്തോഷമുണ്ട്. ഇതിനുള്ള സമ്മാനം നിനക്ക് ഞാൻ ഇപ്പോൾ തന്നെ തരും. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ഇതുകൊണ്ട് നിന്റെ ദൗത്യം തീർന്നില്ല എന്ന്. എന്തായാലും ഇപ്പൊ തന്നെ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന്തിക ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ടു പോയ ആ നിമിഷം തന്നെ നേരെ ധനുഷിനെയും കൂട്ടി മിന്നൽ ബിജുവിന് അരികിലേക്ക് എത്തുന്നു. മിന്നൽ ബിജു പറഞ്ഞ സ്ഥലത്ത് തന്നെ അവന്തികയ്ക്കായി കാത്തു നിൽക്കുന്നു. അവന്തിക വണ്ടി വന്ന് നിർത്തിയതും മിന്നൽ ബിജു വളരെ സന്തോഷത്തോടെ അരികിലേക്ക് ചെന്നു. ഉടനെ അവന്തിക മിന്നൽ ബിജുവിനരികിലേക്ക് ഇറങ്ങിയെത്തിയിട്ട് തൻ്റെ കയ്യിലിരുന്ന ആ കവർ മിന്നൽ ബിജുവിനായി നീട്ടി. അത് വാങ്ങിച്ച ആ നിമിഷം തന്നെ വളരെ സന്തോഷത്തോടെ മിന്നൽ ബിജു അവന്തികയെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല മേഡം, അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ അല്ലേ എന്ന് ചോദിച്ചത് ഉടനെ അവന്തിക പറഞ്ഞു, തീർന്നില്ല ബിജു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിനക്ക് ഇനി ഒരു ദൗത്യം കൂടി ഉണ്ട് എന്ന്. ഇതാണ് എന്ന് പറഞ്ഞ് അവന്തിക തൻ്റെ ഫോണിലുള്ള സച്ചിയുടെ ഫോട്ടോ മിന്നൽ ബിജുവിനെ കാണിച്ചു. ഇത് കണ്ടോ, ഇവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവനെയും ഇതേ അവസ്ഥയിൽ ഇനി ഇവനെന്തെങ്കിലും സംഭവിച്ചു പോയാലും പ്രശ്നമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൻ ആപത്തൊന്നും വേറൊന്നും ഉണ്ടാവരുത്. പക്ഷേ ഇതുപോലെ തന്നെ അവൻ ഒരു കാരണവശാലും ഒരിടത്തേക്കും പോകരുത്. അങ്ങനെ അവനെയും ഇതേ കിടപ്പിലാക്കണം. അതാണ് നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ശരി, ഞാനത് നോക്കിക്കോളാം. ഇനി മേഡം ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. എൻ്റെ അടുത്ത കോളിനായി മേഡം കാത്തിരുന്നോ എന്ന് പറഞ്ഞ് മിന്നൽ ബിജു സച്ചിയുടെ ഫോട്ടോയും വാങ്ങി അവിടുന്ന് പോകുന്നു. അവന്തിക സന്തോഷത്തോടെ ധനുഷിനെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ നമ്മുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിന്റെയും സ്നേഹയുടെയും വിവാഹത്തിലേക്കുള്ള നിമിഷങ്ങളാണ് ഇനി നമുക്കുള്ളത്. അതുകൊണ്ട് നീ ആഗ്രഹിച്ച കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ നിമിഷങ്ങൾ. ഒരു നീക്കം പോലും പാളിപ്പോകാതെ വളരെ കൃത്യമായി തന്നെ വേണം ഇനി നമ്മൾ മുന്നോട്ട് നീങ്ങാൻ എന്ന് അവന്തിക ധനുഷിനോട് പറഞ്ഞു. ധനുഷ് വളരെ സന്തോഷത്തോടെ അവന്തികയെ നോക്കി നന്ദിയോടെ പുഞ്ചിരിച്ചു. പിന്നീട് സച്ചിയും അർച്ചനയും ഹോസ്പിറ്റലിൽ നിന്ന് പോരാനിറങ്ങുമ്പോഴാണ് അനൂപേട്ടന് ഇങ്ങനെ ഒരു അപകടമുണ്ടായെന്നുള്ള വിവരം അറിഞ്ഞത്. സച്ചിയും ആകെ ടെൻഷനോടെ സന്ദീപിനോടൊപ്പം അവിടേക്ക് ഓടിയെത്തി. അനൂപേട്ടൻ ആകെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നത് കണ്ട് അർച്ചന പൊട്ടിക്കരഞ്ഞുകൊണ്ട് സച്ചിയെ നോക്കി. സച്ചിക്ക് അപ്പോഴേക്കും ഇതിന്റെ എല്ലാം പിന്നിൽ അവന്തികേടത്തി തന്നെയാണെന്ന് സച്ചിക്കും ഉറപ്പാവുന്നു. ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്ത് തീരുമെന്ന് അർച്ചന സച്ചിയെ നോക്കിയതോടെ സച്ചിക്ക് മനസ്സിലായി. ഈ സമയത്ത് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇനി ആർക്ക് വേണമെങ്കിലും അനുവിനെ കയറി കാണാമെന്ന് പറഞ്ഞപ്പോൾ കമലെടുത്തി പറഞ്ഞു, വേണ്ട, എനിക്ക് കാണണ്ട. അവനെ ഈ അവസ്ഥയിൽ കാണാൻ എനിക്ക് മനസ്സിന് ശക്തിയില്ല എന്ന് പറഞ്ഞ് കമലെടുത്തി പൊട്ടിക്കരയുന്നത് കണ്ട് അമ്മയുടെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ അർച്ചനയും സങ്കടത്തോടെ നോക്കുന്നു.